നമസ്കാരം. പഴയകാല കേരളീയ ജീവിതത്തിൽ 2 3 കാന്താരി ചെടികളെങ്കിലും വീട്ടുമുറ്റത്തോ തൊടിയിലോ ഇല്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്ന് കാന്താരി മുതൽ കറിവേപ്പ് വരെ അടുക്കളയിലേക്കുള്ള സർവ്വതും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരേണ്ട അവസ്ഥയിലാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. പച്ചക്കറികളിൽ ഏറ്റവും അധികം വിഷകീടനാശിനികൾ അടങ്ങിയിരിക്കുന്നത് കറിവേപ്പിലും മുളകിലുമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. അല്പം ശ്രദ്ധ വച്ചാൽ നമ്മൾ ജീവിക്കുന്ന പരിമിതമായ സ്ഥലത്തും 2 3 കാന്താരി നല്ല രീതിയിൽ നട്ടുവളർത്താം. പലപ്പോഴും നമ്മൾ വളരെ താല്പര്യത്തോടെ മുളക് നട്ട് പരിപാലിക്കുമെങ്കിലും മുരടിപ്പ്, വളർച്ചക്കുറവ്, വെള്ളീച്ചയുടെ ആക്രമണം ഇവ മൂലം നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഫലം കിട്ടാറില്ല. ഇത് കൃഷിയോടുള്ള നമ്മുടെ ഉത്സാഹം കെടുത്തിക്കളയുകയും ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമായ വിഷാംശമില്ലാത്ത ഫ്രഷായ കാന്താരി മുളക് നമ്മുടെ അടുക്കളമുറ്റത്തു നിന്ന് തന്നെ പറിച്ചെടുക്കാം. നല്ല വളർച്ച നേടിയ കാന്താരി ചെടികളിൽ നിന്ന് പാത്രം നിറയെ മുളക് പറിക്കാൻ നിസ്സാരമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് 4 5 ദിവസം വച്ചിരുന്നാൽ നല്ലതുപോലെ പുളിക്കും. അതിനുശേഷം അതിൻ്റെ തെളി കുറച്ചെടുത്ത് 4 ഇരട്ടി വെള്ളം ചേർത്ത് മുളക് ചെടി ഇലകളുടെ അടിയിലും മുകൾ ഭാഗത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്താൽ വെള്ളീച്ച അഥവാ മുഞ്ഞ പൂർണ്ണമായും നശിച്ചു പോകും. കഞ്ഞിവെള്ളവും വേപ്പിൻ പിണ്ണാക്കും പുളിപ്പിച്ച മിശ്രിതം 3 ഇരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കാന്താരി ചെടി വളർന്ന് കൊലകുത്തി കായ്ക്കുകയും ചെയ്യും. മറ്റൊരു രീതിയിൽ കൂടിയും വെള്ളീച്ച ഉൾപ്പെടെയുള്ള കീടങ്ങളെ തുരത്തി മുരടിപ്പ് മാറ്റി മുളക് ചെടികളെ വിവിധ കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. അതിങ്ങനെയാണ്. ബാർ സോപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തതിന് ശേഷം ഈ ലായനിയിലേക്ക് അല്പം വേപ്പെണ്ണ ചേർത്ത് ശരിക്കും ഇളക്കിയെടുക്കുക. സോപ്പ് ലായനി ആയതുകൊണ്ട് വേപ്പെണ്ണ പൂർണ്ണമായും ഇളകി ചെയ്യും. ഈ മിശ്രിതം മുളക് ചെടിയിൽ പൂർണ്ണമായും സ്പ്രേ ചെയ്ത് കൊടുത്താൽ യാതൊരുവിധ കീടബാധയും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ചെടികൾക്ക് നല്ല കരുത്തും വളർച്ചയും ഉണ്ടാകും. കാന്താരിയുടെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് കാന്താരി മുളക്. ഇത് വിനെഗർ അഥവാ വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുന്നത് ഏറെ നല്ലതുമാണ്. ഇത് അല്പ ദിവസം ഇതിലിട്ട് വെച്ച് ദിവസവും 1 2 എണ്ണം കഴിക്കുന്നത് കൊളസ്ട്രോളിനുള്ള ഒരു പരിധിവരെ പരിഹാരമാണ്. ദോഷകരമായ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല, നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാനും മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ്. കാന്താരി മുളകും നെല്ലിക്കയും ചേർത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും കൊളസ്ട്രോളിന് വളരെയേറെ ഗുണകരമാണ്. സുഹൃത്തുക്കളെ, അല്പം മനസ്സ് വച്ചാൽ നമ്മുടെ വീട്ടിലും കാന്താരി മുളക് പാത്രം നിറയെ പറിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ പച്ചവിരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.
നമസ്കാരം.